soprattutto quando ci sono grandi problemi da affrontare, c'è la sensazione che il male sia più forte e viene da chiedersi che cosa devo fare. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവർത്തികളിലും നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന ഈശോനാഥന്റെ ദിവ്യ സന്ദേശം തന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് തന്റെ ജീവിതത്തിലൂടെ അത് പ്രകടമാക്കി കടന്നുപോയ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ ഓർമ്മകളിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. കരുണ നിറഞ്ഞ ആ വലിയ ഇടയനെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവമാണ്. 2019 പഠനത്തിനായി ഞാൻ റോമിലേക്ക് കടന്നു വന്നതിന് ശേഷം COVID-19 ആരംഭിച്ചു. അതിൻ്റെ ഒരു ശമനത്തിൽ ഫ്രാൻസിസ് പാപ്പയെ കാണണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെ ഞാനും എൻ്റെ ഒരു സഹോദരിയും കൂടി വത്തിക്കാനിലേക്ക് പോയി. പൊതുവെ ബുധനാഴ്ചകളിൽ ഫ്രാൻസിസ് പാപ്പ ജനങ്ങൾക്ക് മുഖം തരാറുണ്ട്. ജനറൽ ഓഡിയൻസ് എന്നാണ് അതിന് പറയുന്നത്. ഞങ്ങൾ ജനറൽ ഓഡിയൻസിന് പോയി. ഫ്രാൻസിസ് പാപ്പയുടെ സന്ദേശത്തിന് ശേഷം അദ്ദേഹം ജനമധ്യത്തിലേക്ക് ഇറങ്ങി വന്നു. ഞങ്ങളുടെ അടുത്തേക്ക് വരുമെന്നോ ഞങ്ങളോട് സംസാരിക്കുമെന്നോ എന്നൊന്നും ഞങ്ങൾ കരുതിയിട്ടില്ല. അദ്ദേഹത്തെ ഒന്ന് കാണണം, ഇതാരാണ് എന്നൊന്ന് അറിയണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ വത്തിക്കാൻ സ്ക്വയറിലേക്ക് ചെന്നത്. അദ്ദേഹം ജനമധ്യത്തിലൂടെ നടന്നപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഇത്ര വലിയ ഇടയൻ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അല്പം പതർച്ച തോന്നി. എന്തു പറയണം, എന്തു സംസാരിക്കണം എന്നൊന്നും അറിയില്ലാത്തൊരവസ്ഥ തോന്നി. എങ്കിലും ഫ്രാൻസിസ് പാപ്പ അടുത്തു വന്ന് ഇറ്റാലിയൻ ഭാഷയിൽ ഞങ്ങളോട് പല കാര്യങ്ങളും ചോദിച്ചു. ഇറ്റാലിയൻ ഭാഷ കൈകാര്യം ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആ സമയത്ത് പെട്ടെന്ന് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി പറയാനായില്ല. ഞങ്ങൾ എന്തു പറയണമെന്ന് അറിയാതെ നിൽക്കുന്ന ആ സമയത്ത് ഫ്രാൻസിസ് പാപ്പ ഇംഗ്ലീഷിൽ ഞങ്ങളോട് ഞങ്ങൾ എവിടെ നിന്ന് വരുന്നു, ഞങ്ങളുടെ പേരെന്താണ് എന്നെല്ലാം ചോദിച്ച് സാധാ മനുഷ്യർ സംസാരിക്കുന്നത് പോലെ കുശലാന്വേഷണങ്ങൾ നടത്തി. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ആ സമയങ്ങളിൽ ഞങ്ങളുടെ മനസ്സ് വളരെ സ്വസ്ഥമായി. ഞങ്ങളെ വളരെ കൂളാക്കിയതിനു ശേഷമാണ് അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് നിന്ന് നടന്നു നീങ്ങിയത്. ഈ ഒരു അനുഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇറ്റാലിയൻ ഭാഷയിൽ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ മറുപടി പറയാതിരുന്നൊരു സമയത്ത് അദ്ദേഹത്തിന് നടന്നു നീങ്ങാമായിരുന്നു. പക്ഷേ ഞങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ ചോദിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി വളരെ കൂളാക്കി ഒരു പിതാവിൻ്റെ സ്നേഹത്തോടെ അദ്ദേഹം നടന്നു നീങ്ങി. ഇതിന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ പച്ചപിടിച്ച് നിൽക്കുന്ന ഒരനുഭവമാണ്. അദ്ദേഹത്തിന് വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസങ്ങളുള്ളതായി ഒരിക്കലും കണ്ടിട്ടില്ല. കുട്ടികളുടെ അടുത്തായിരിക്കുമ്പോൾ അദ്ദേഹം അവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുന്നതായും മുതിർന്നവരുടെയും പ്രായമുള്ളവരുടെയും അടുത്തായിരിക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള രീതിയിലും പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കപ്പെട്ടവരുടെയും അടുത്തായിരിക്കുമ്പോൾ അവരോട് വളരെ കരുണ കാണിച്ചു പ്രവർത്തിക്കുന്നതായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹം എല്ലാം ആസ്വദിക്കുന്നതായി, തമാശകളെ ആസ്വദിക്കുന്നതായി പലപ്പോഴും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലെറ്ററുകളിലും ചാക്രിക ലേഖനങ്ങളിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആനന്ദിക്കണം, നിങ്ങൾ തമാശകൾ പറയണം, നിങ്ങൾ സാധാ മനുഷ്യരായി ജീവിക്കണം എന്നൊക്കെ. ക്രിസ്തുവിൻ്റെ കരുണയുടെ മുഖമാണ് ഫ്രാൻസിസ് പാപ്പായുടെ ഈ ലോക ജീവിതം എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അദ്ദേഹം എപ്പോഴും തന്നോട് ചേർത്ത് നിർത്തി. വത്തിക്കാൻ സ്ക്വയറിൻ്റെയും ബസിലിക്കയുടെയും അടുത്തുകൂടെയൊന്നും നടന്നാൽ മതി, അനേകം ആളുകൾ അവിടെ ടെൻറ്റുകൾ കെട്ടി, ചെറിയ ചെറിയ ടെൻറ്റുകൾ കെട്ടി ജീവിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായ ആഹാരങ്ങളും അവരുടെ ശാരീരിക ആവശ്യങ്ങളുമെല്ലാം വത്തിക്കാനാണ് നോക്കി നടത്തുന്നത്. ഇതിൽ അധികം ആളുകളും കുടിയേറ്റക്കാരും വീടുകൾ ഇല്ലാത്തവരുമൊക്കെയാണ്. ഇറ്റാലിയൻ ജനത ഇതിനെ ഈർഷ്യത്തോടെ കണ്ടിട്ടുണ്ടെങ്കിലും പാവങ്ങളുടെ കരച്ചിലറിയുന്ന, പാവങ്ങളുടെ മണമറിയുന്ന ഒരു നല്ല ഇടയനെയാണ് ഫ്രാൻസിസ് പാപ്പയിൽ നമുക്ക് കാണാൻ സാധിക്കുക. റോമിലായിരിക്കുന്ന ഈ കാലയളവിൽ പല അവസരങ്ങളിലും ഫ്രാൻസിസ് പാപ്പയെ കാണാൻ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ പലപ്പോഴും നല്ല താല്പര്യം തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കഠിനമായ ഭാഷയല്ലാത്ത സിമ്പിളായി അദ്ദേഹം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. അദ്ദേഹം സിമ്പിൾ ആയിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റിയുടെ ചില ഘടകങ്ങൾ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും അദ്ദേഹം ബ്യൂണസ് ഐറസിന്റെ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നഗരത്തിൽ തന്നെയുള്ള ഒരു അപ്പാർട്ട്മെന്റ് തൻ്റെ ഭവനമായി വാടകയ്ക്കെടുത്ത് ഭക്ഷണമൊക്കെ തനിയെ പാകം ചെയ്ത്
തൻ്റെ എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്താണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു തൻ്റെ ജനത സാധാരണക്കാരായ ജനങ്ങളാണെന്നും അവരുടെ യഥാർത്ഥ ജീവിതാവസ്ഥകൾ തിരിച്ചറിയണമെങ്കിൽ അവരിലൊരാളായി അവരെ പോലെ താനും ജീവിക്കണമെന്നും. അങ്ങനെ അദ്ദേഹം ആടുകളുടെ ഗന്ധമറിയുന്ന, ആടുകളുടെ മണമറിയുന്ന ഒരു നല്ല ഇടയനായി തീർന്നു. എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യം, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിലും വത്തിക്കാൻ നഗരത്തിൻ്റെ പരമാധികാരി എന്ന നിലയിലും തനിക്ക് ലഭിക്കാമായിരുന്ന എല്ലാ ആഡംബരങ്ങളും സൗകര്യങ്ങളും അദ്ദേഹം വേണ്ടെന്ന് വെച്ചു, നിരസിച്ചു. തനിക്ക് ലഭിക്കാമായിരുന്ന പേപ്പൽ പാലസ് വേണ്ടെന്ന് വെച്ച് വത്തിക്കാനിലെ വിസിറ്റേഴ്സ് ഹൗസായ സാന്താ മാർത്ത തൻ്റെ വസതിയായി തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ തൻ്റെ ഭൗതിക ശരീരം മറവു ചെയ്യുമ്പോൾ അതിൽ ഫ്രാൻസിസ് എന്ന തൻ്റെ പേര് മാത്രമേ എഴുതാവൂ എന്നും അദ്ദേഹം എഴുതി വെച്ചു. ലഭിക്കാവുന്ന ബഹുമതികൾ പോലും വേണ്ടെന്ന് വെക്കുന്ന ക്രിസ്തുവിൻ്റെ എളിയ ദാസനായി, യഥാർത്ഥ ശിഷ്യനായി ഫ്രാൻസിസ് പാപ്പ ഇവിടെ മാറുകയായിരുന്നു. അവസാനമായി സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസം കൂടാതെ സഭാമക്കളെ സ്നേഹിച്ച ഒരു നല്ല പിതാവിൻ്റെ ഹൃദയം ഫ്രാൻസിസ് പാപ്പായിൽ നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ സഭ സമാധാനത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും മുന്നോട്ടു പോകേണ്ട സഭയാണെന്നും അതിലൂടെ മാത്രമേ തൻ്റെ സഭ അതിൻ്റെ യഥാർത്ഥ മഹത്വത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂവെന്നും ഫ്രാൻസിസ് പാപ്പ തിരിച്ചറിഞ്ഞു. സഭാമക്കളെ അതിലേക്ക് കൈപിടിച്ചു നടത്തിയ ഒരു യഥാർത്ഥ നല്ല വലിയ ഇടയനായിരുന്നു അദ്ദേഹം. അദ്ദേഹം തൻ്റെ ജനത്തെ വാക്കുകളിലൂടെ മാത്രം പഠിപ്പിക്കുകയായിരുന്നില്ല, പകരം പഠിപ്പിച്ച വാക്കുകൾ തൻ്റെ ജീവിതത്തിൽ പകർത്തി അതിലൂടെ സഭാമക്കളെയും ലോക ജനതയെയും ക്രിസ്തുവിലേക്ക് നയിച്ച ഒരു വലിയ ഇടയനായിരുന്നു. ഈ ജനം അദ്ദേഹത്തെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്നതിൻ്റെ തെളിവാണ് ഈ ദിവസങ്ങളിൽ നാം വത്തിക്കാനിലും റോമിലും വത്തിക്കാൻ സ്ക്വയറിലുമൊക്കെ കണ്ട ഈ ജനപ്രവാഹം. ലളിത ജീവിതത്തിലൂടെ എളിമയുടെ, കരുണയുടെ, ക്രിസ്തു സ്നേഹത്തിൻ്റെ വലിയ പ്രവാചകനായി മാറിയ ഫ്രാൻസിസ് പിതാവിന് സ്നേഹം.